ഹലോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് ചായക്ക് വെക്കട്ട. നല്ല അടിച്ച ചായയാണ്. ചായ കുടിച്ചാൽ തന്നെ നമുക്കൊരു പകുതി സമാധാനമാണ്. ഒരു തിളച്ചിങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കുടിച്ച് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഇത് ഗ്രീൻ പീസ് കറി ഇന്നലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇപ്പം അത് കഴുകി വൃത്തിയാക്കി ഗ്രീൻ പീസൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കിട്ടണ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നൂലപ്പത്തിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വാട്ടണമല്ലോ. അത് തിളച്ചപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാട്ടണം കേട്ടോ. അങ്ങനെ നൂലപ്പൊക്കെ ദേ ഇവിടെ വെച്ച് ശരിയാക്കണം. അങ്ങനെ തറവാട്ടി ഞങ്ങൾക്ക് പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. അറിയില്ല. പല ഭാഗങ്ങളൊക്കെ വേറെ ഇതൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുക. ചില പണ്ടുള്ളവരൊക്കെയെന്ന് വെച്ചാൽ വല്യമ്മമാരൊക്കെ ഉള്ളപ്പോൾ ഉണക്കാനൊക്കെ വെക്കും അവർ. ഇപ്പം അങ്ങനെ ആരും അങ്ങനെ ചെയ്യണില്ലല്ലോ. ഇപ്പം എല്ലാവരും കടയിൽ നിന്നൊക്കെ മേടിക്കല്ലേ. പണ്ട് ഇങ്ങനെ വിറകിൻ്റെ അല്ല അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെക്കും. അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉമ്മച്ചി ചെയ്യണ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പുളി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വേവിച്ചിട്ട് അത് അരിപ്പയിൽ കോരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഉണക്കാൻ വെക്കും. അതിൻ്റെ ഇടയിൽ ഇളക്കിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഇടണം. ഇനിയിപ്പോൾ അത് പുറത്ത് വെക്കണം. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ ഇടയിലായിട്ടുണ്ട്. ആ സ്റ്റാൻഡ് നമുക്ക് ഉപകാരമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നു. അങ്ങനെ അടിച്ചൊക്കെ വാരി അങ്ങനെ നല്ല പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുളിക്കാനൊക്കെ പോയി. അങ്ങനെ ഞാൻ ഇന്നത്തെ അന്തരീക്ഷം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇന്നത്തെ അന്തരീക്ഷം എന്ന് വെച്ചാൽ നല്ല വെയിലൊക്കെ ഉണ്ട്. അതാരം ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഉണക്കാനൊക്കെ സുഖം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പൂവ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഓറഞ്ചൊക്കെ ഇത് നിറഞ്ഞ് വിരിഞ്ഞിരിക്കുമ്പോഴാണ് പൂവൊക്കെ അടിപൊളിയാവുക. കാണാനൊക്കെ രസമുണ്ടാവുക. പിന്നെ ഇത് ഈ പൂ കണ്ടില്ലേ ചുവപ്പ്. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. പൂക്കളുള്ളവരൊക്കെ പൂക്കളൊക്കെ ഉള്ളവരൊക്കെ ആരൊക്കെയാണ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടാകും. ഇത് ഞാൻ പറയുക അമ്മായിമ്മ നാവെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. പിന്നെ വേറെ കുറേ പേരുണ്ടെന്നുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ പറയാറ്. അങ്ങനെ പിന്നെ ഇതൊക്കെ ഉമ്മച്ചിയുടെ ചെടികളൊക്കെയാണ്. ഇവിടെ കുറേ ചെടികളുണ്ട്. പിന്നെ ഉണ്ടമുളക് പല മുളകുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഉമ്മച്ചി സെറ്റ് ചെയ്തൊക്കെയാണ്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ചെടികളൊന്നും. കാണാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വയലറ്റ് മുളക് പിന്നെ പനിക്കൂർക്ക ഇഞ്ചിയൊക്കെ അതൊക്കെ ഉമ്മച്ചി മുളപ്പിച്ചിട്ട് ഇതൊക്കെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനം.